നമ്മൾ പുതിയതായിട്ട് ചെയ്യുവാനായിട്ട് പോകുന്ന ഡ്രാമയുടെ പേരാണ് ജഡ്ജ് ഫ്രം ഹെൽ. നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്രാമയൊക്കെയാണ് ഇത്. മാത്രമല്ല, കുറേയധികം ആൾക്കാർ ഇത് ചെയ്യാമോ എന്ന് നമ്മളോട് നേരത്തെ തന്നെ റെക്കമെൻഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രാമയിലേക്ക് കടക്കുകയാണ്. ഡ്രാമ തുടങ്ങുമ്പോഴത്തേക്കും കങ് വിഘ്നേനെയാണ് കാണിക്കുന്നത്. വിഘ്നയുടെ അടുത്ത് ഡോക്ടേഴ്സ് ഒക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവളാകട്ടെ, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഞാൻ വിഘ്നയല്ല, മറിച്ചൊരു ചെകുത്താനാണെന്നൊക്കെയാണ് അവരോട് മറുപടി പറയുന്നത്. ഇനി ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും വിദ്യ ആകെ ചോരയിലൊക്കെ കുളിച്ച് കിടക്കുകയാണ്. മാത്രല്ല, അവള് മരിച്ചു കഴിയുമ്പോഴത്തേക്കും അവളുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും ഇറങ്ങുന്നതും കാണിക്കുന്നു. ഈ ഒരു സമയത്താകട്ടെ അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന കുറച്ച് റോസാപ്പൂക്കളെ പിന്തുടർന്നുകൊണ്ട് അവളും ഒരു വാതിലിന് മുമ്പിലായിട്ടൊക്കെ ചെന്ന് പെടുകയാണ്. ഈ വാതിലിനുള്ളിൽ പ്രവേശിക്കുന്ന ആൾക്കാർ അവരുടെ എല്ലാ പ്രതീക്ഷകളും മാറ്റിവെക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ആയിരുന്നു വാതിലിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബിന്ദു നേരെ കയറി ചെന്നിട്ടുണ്ടായിരുന്നത് നരകത്തിലെ ജഡ്ജായിട്ടുള്ള ജസ്റ്റീഷയുടെ മുമ്പിലേക്കൊക്കെ ആയിരുന്നു. ജസ്റ്റീഷയ്ക്ക് ഒരു അസിസ്റ്റന്റ് കൂടിയുണ്ട്, പേര് വലക്. അവസാനം എത്തിയ ആ ഒരു മനുഷ്യനെയും കൂടി ഗഹന്നയിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു ജസ്റ്റീഷ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കാണുമ്പോഴത്തേക്കും ബിന്ദു വല്ലാതെ പേടിച്ചു പോകുന്നു. സാധാരണയായി കൊലപാതകമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് ജസ്റ്റീഷ്യ ഗഹന്നയിലേക്കൊക്കെ പറഞ്ഞയക്കുന്നത്. പക്ഷേ താൻ ഒരു കൊലപാതകവും ചെയ്തിട്ടില്ല എന്നൊക്കെ ബിഗ്നയെ വിളിച്ചു പറയുന്നുണ്ട്. വലക്കും ലിസ്റ്റിൽ ബിഗ്നയുടെ പേരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റീഷ്യക്ക് അതൊക്കെ നോക്കി നിൽക്കുവാനായിട്ട് ടൈം ഉണ്ടായിരുന്നില്ല. അവളും നേരെ ബിഗ്നനെ ഗഹന്നയിലേക്കൊക്കെ പറഞ്ഞയക്കുന്നു. ഒരാളെ ഒരിക്കൽ ഗഹന്നയിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അയാളെ തിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് ബെയിൽ ആകെ ദേഷ്യപ്പെട്ടൊക്കെ ആയിരുന്നു ജസ്റ്റീഷ്യയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ബിഗ്നേനെ ഫേക്ക് ആയിട്ടുള്ള നരകത്തിലേക്കൊക്കെ ആയിരുന്നു പറഞ്ഞയക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് കൊലയാളിയെന്ന മുദ്രയൊക്കെ കുത്തിയതിനു ശേഷം ഗഹന്നയിലേക്കൊക്കെ പറഞ്ഞയച്ചല്ലോ. അതുകൊണ്ട് തന്നെ ജസ്റ്റീഷ് ചെയ്തത് തെറ്റാണെന്നൊക്കെ ബെയിലും പറയുന്നു. ബെയിലാകട്ടെ നരകത്തിലെ തന്നെ ഡയറക്ടറാണ്. ജസ്റ്റീഷ് തെറ്റൊന്നും അംഗീകരിക്കാതിരുന്നത് കൊണ്ട് തന്നെ ജസ്റ്റീഷയ്ക്ക് ഒരു പണിഷ്മെന്റ് ഒക്കെ നൽകുകയാണ് ബെയിലും. ജസ്റ്റീഷ്യ ഭൂമിയിൽ എത്തിയതിനു ശേഷം ബിഗ്നയുടെ ശരീരത്തിൽ പ്രവേശിക്കണം. പിന്നീട് ഭൂമിയിലുള്ള 10 കൊലപാതകളെ കണ്ടെത്തി അവരെ ശിക്ഷിക്കണം. ഒരു വർഷത്തിനുള്ളിൽ ജസ്റ്റീഷ്യക്ക് 10 പേരെ കണ്ടെത്തി ശിക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ അവളും മരിക്കുന്നതായിരിക്കുമെന്നൊക്കെയാണ് ബെയിൽ പറയുന്നത്. അവൾ അത് അംഗീകരിക്കാതെ വരുമ്പോഴത്തേക്കും ബെയിലും ബെയിലിന്റെ കൂർത്ത ഒരു കൈവച്ചിട്ട് അവളെ കുത്തി വേദനിപ്പിക്കുന്നു. അവളും മരിക്കാതിരിക്കുവാനായിട്ട് ബെയിൽ പറഞ്ഞ ശിക്ഷ ഏറ്റുവാങ്ങുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ ബെയിലിനോടും പറയുകയാണ്. അവൾ ഒറ്റയ്ക്കായിരിക്കുകയില്ല പോകുന്നത്, അവളുടെ കൂടെ വലക്ക് കൂടി ഉണ്ടായിരിക്കും. അങ്ങനെ ജസ്റ്റീഷ്യ ഭൂമിയിലെത്തി കഴിയുമ്പോഴത്തേക്കുമാണ് ബിഗ്നേനെ ആരോ ഒരാൾ കുത്തി കൊലപ്പെടുത്തിയതാണെന്നുള്ള കാര്യമൊക്കെ ജസ്റ്റീഷ്യയെ മനസ്സിലാക്കുന്നത്. പിന്നീട് ജസ്റ്റീഷ്യയും ബിഗ്നയുടെ ശരീരത്തിലൊക്കെ പ്രവേശിക്കുന്നു. ഞാൻ തെറ്റായിട്ടുള്ള ഒരു വിധിയൊക്കെ പറഞ്ഞത് കൊണ്ടായിരുന്നു ചെകുത്താനായിരുന്ന എനിക്ക് ബിഗ്നയുടെ ശരീരത്തിലൊക്കെ പ്രവേശിക്കേണ്ടി വന്നത് എന്നൊക്കെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നും കൂടി അവളും ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ബിഗ്നയുടെ ശരീരത്തിൽ ജസ്റ്റീഷ്യ കയറിയത് കൊണ്ട് മാത്രമായിരുന്നു അവൾക്കും ജീവനൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അവളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഡോക്ടേഴ്സ് വിചാരിച്ചിരിക്കുന്നത് അവരുടെ ട്രീറ്റ്മെന്റ് കാരണമാണ് എല്ലാം തന്നെ ശരിയായതെന്നാണ്. എന്തായാലും ബിഗ്നയും അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഡോക്ടേഴ്സ് ഇനിയും ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് ഒരു പേപ്പറും നൽകുന്നു. അതിന്റെ അകത്താകട്ടെ നിലവിൽ അവൾക്ക് ഡിലൂഷണൽ ഡിസോർഡർ ഉണ്ട് എന്നതായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് അവൾ ഈ ജസ്റ്റീഷ്യയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോക്ടേഴ്സ് ഒട്ടും തന്നെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്കും ആക്സിഡന്റ് ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അതിനുശേഷം ഡിലൂഷണൽ ഡിസോർഡർ ഉണ്ടായതായിരിക്കുമെന്നൊക്കെയാണ് ഡോക്ടേഴ്സും വിചാരിച്ചിട്ടുള്ളത്. അവൾക്കും അങ്ങനെ ഒരു പേപ്പർ കിട്ടിയതിൽ യാതൊരു വിധത്തിലുള്ള ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അവളും ബിഗ്ന ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരെ ജഡ്ജായിട്ട് ബിഗ്നയുടെ റോളൊക്കെ ചെയ്യുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവളുടെ ആദ്യത്തെ കേസൊക്കെ നടക്കുന്ന സമയത്താണ് നായകനെ അവൾ പരിചയപ്പെടുന്നത്. നായകന്റെ പേര് ഡയോൺ. നായകനാകട്ടെ ഒരു പോലീസ് ഓഫീസറാണ്. എപ്പോഴും കോളയൊക്കെ കുടിച്ച് വളരെ ലേസി ആയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ബിറ്റ് മൊത്തത്തിൽ മാറിയിട്ടൊക്കെ ഉള്ളത്. നിലവിൽ കേസ് ഉള്ളത് ഡയോണെതിരായിട്ടാണ്. എങ്കിൽ പോലും അവനും ഒരു അഡ്വക്കേറ്റിനെ ഒന്നും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ സ്വയമായിട്ടാണ് നടന്ന കാര്യങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ പറയുന്നത്. ഡയോണും ഒരു കേസിലെ പ്രതിയെ പിന്തുടർന്നൊക്കെ ഒരുപാട് ദൂരം ഓടിയതിനു ശേഷം അവനെ പിടിക്കുമെന്നാകുമ്പോഴത്തേക്കും അവനും കയ്യിലുണ്ടായിരുന്ന കത്തിയൊക്കെ ഡയോണെതിരായിട്ട് പിടിക്കുന്നു. ഡയോണും ആ ഒരു സമയത്ത് അവന്റെ കയ്യിൽ നിന്നും കത്തിയൊക്കെ കളയുകയും അവന്റെ കൈയൊക്കെ പിടിച്ച് തിരിക്കുകയും ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു.
എന്തായാലും ഇത്രയും റിസ്ക് എടുത്ത് ആ ഒരു പ്രതിയെയൊക്കെ പിടിച്ച് കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു തുക ഫൈനൊക്കെ ഈടാക്കിയിട്ട് കോടതിയും അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ നേരെ പോയിട്ട് ഈ ഡയോണെതിരായിട്ട് മറ്റൊരു കേസ് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് പ്രതിനെ പിടിക്കുവാനായിട്ട് ശ്രമിച്ച സമയത്ത് പ്രതിയുടെ കൈക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയെന്നും പ്രതിക്ക് ഫുഡ് പോലും കഴിക്കുവാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളതെന്നും ഒക്കെ ആയിരുന്നു പ്രതിഭാഗത്തെ വക്കീല് പറയുന്നത്. എന്തായാലും കോടതിയിലുള്ള ആൾക്കാരൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു ബിഗ്ന പെരുമാറിയിട്ടുണ്ടായിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രതി എന്തിനാണ് കേസൊക്കെ കൊടുക്കാനായിട്ട് പോയത്? അവൻ പട്ടിണി കിടന്ന് മരിക്കേണ്ട രീതിയിലുള്ള ഒരു സ്വഭാവക്കാരനാണ്. അല്ലെങ്കിൽ തന്നെ കയ്യിൽ കത്തിയുമായിട്ടൊക്കെ പ്രതി നിൽക്കുമ്പോഴത്തേക്കും പോലീസ് ഇങ്ങനെ തന്നെയല്ലേ പെരുമാറേണ്ടത്? അല്ലാതെ ദയവ് ചെയ്ത് ആ കത്തി എനിക്ക് തരാമോ എന്ന് ചോദിച്ച് കൈനീട്ടി നിൽക്കുകയാണോ? അതോ അവന്റെ കയ്യിലുള്ള കത്തി കൊണ്ട് കുത്തകയേറ്റു മരിക്കുകയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ബിഗ്നയും അഡ്വക്കേറ്റിന്റെ അടുത്ത് ചോദിക്കുന്നു. എന്തായാലും ഇനി മേലാൽ ഇമാതിരി ചെറിയ കേസുമായിട്ട് കോടതിയിലേക്ക് വന്നേക്കരുതെന്നൊക്കെയാണ് ബിഗ്ന പറയുന്നത്. ഇനി അവസാനമായിട്ട് ഡയോൺ എന്താണ് പറയുവാനുള്ളതെന്നൊക്കെ ബിഗ്ന ചോദിക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ അന്ന് ഞാൻ അവനെ ചെറുതായിട്ട് ഇടിക്കുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കിടിച്ച് അവന്റെ കൈയൊക്കെ നല്ല രീതിക്ക് ഒടിക്കണമെന്നായിരുന്നു ഞാൻ എല്ലാ ദിവസവും ഓർക്കാറൊക്കെയുള്ളത്. എന്തായാലും അതിന് സാധിച്ചില്ലല്ലോ എന്നൊരു പശ്ചാത്താപം മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ ഡയോണും ബിഗ്നയുടെ അടുത്തൊക്കെ പറയുന്നു. അവളും പെട്ടെന്ന് തന്നെ അതിന്റെ വിധിയൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്യുകയാണ്. അടുത്തതായിട്ട് കുറേയധികം കുട്ടികളൊക്കെ കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ആകട്ടെ നീതിദേവതയുടെ കണ്ണ് എന്തുകൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നതെന്നൊക്കെ ആ കുട്ടികളും ടീച്ചറിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. ടീച്ചറാകട്ടെ അതിലെ നടന്നു വന്നിട്ടുണ്ടായിരുന്ന ബിഗ്നനെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ചോദ്യമൊക്കെ ജഡ്ജിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞ് ടീച്ചറും ജഡ്ജിനോട് ഇതേ ചോദ്യമൊക്കെ ചോദിക്കുന്നു. ഡയോണും ഫോണൊക്കെ വിളിച്ച് നടന്നു വരുമ്പോഴത്തേക്കും ആയിരുന്നു ബിഗ്ന കുട്ടികളോട് സംസാരിക്കുന്നതൊക്കെ അവൻ കാണുന്നത്. അവനും അതൊക്കെ നോക്കി നിൽക്കുന്നു. ഞാൻ ശരിക്കും ജഡ്ജൊന്നുമല്ല, മറിച്ച് ഞാനൊരു ചെകുത്താനാണെന്നൊക്കെ ബിഗ്ന പറയുമ്പോഴത്തേക്കും കുട്ടികളാകട്ടെ ഒരു ചെകുത്താനും ഇത്രയ്ക്ക് സുന്ദരിയായിട്ടൊന്നും ഇരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും ജഡ്ജാണെന്നൊക്കെ പറഞ്ഞ് ബിഗ്നനെ തിരുത്തുകയാണ്. അങ്ങനെ കുട്ടികളും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഓരോരോ ചോദ്യങ്ങളായിട്ടൊക്കെ ബിഗ്നയുടെ അടുത്ത് ചോദിക്കുന്നു. നീതിദേവതയുടെ കണ്ണൊക്കെ കെട്ടി ഇട്ടിരിക്കുന്നത് നീതിദേവത മോശപ്പെട്ട ആൾക്കാരുമായിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത് കൊണ്ടാണെന്നായിരുന്നു ബിഗ്നയുടെ മറുപടി. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവരുടെ കയ്യിൽ വാളൊക്കെ വെച്ചിട്ടുള്ളതെന്ന് കുട്ടികൾ ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ അവരെ ഒരു പാഠം പഠിപ്പിക്കുവാനാണെന്നുള്ള മറുപടിയും ബിഗ്ന നൽകുന്നു. യഥാർത്ഥത്തിൽ വാളിന് ഒരുപാട് നീളമുണ്ടെങ്കിലും ഇപ്പോഴുള്ള നീതിദേവതമാര് ചെറിയൊരു കത്തിയൊക്കെ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക എന്നാണ് ബിഗ്ന പറഞ്ഞും കൊടുക്കുന്നത്. തെറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ തെറ്റ് എത്രത്തോളം വലുതാണെന്ന് അറിയുവാനായിട്ടാണ് കയ്യിൽ തൂക്കമൊക്കെ നോക്കുന്ന രീതിയിലുള്ള ത്രാസ് ഉള്ളതെന്ന് കൂടി ബിന പറഞ്ഞു കൊടുക്കുന്നു. മാത്രല്ല ആ നീതി ദേവതയുടെ പേരൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ജസ്റ്റിസിന്റെ ദേവതയായിട്ടുള്ള ജസ്റ്റിഷ്യയാണ് അതെ എന്ന കാര്യമൊക്കെ അവളും പറയുന്നു. യഥാർത്ഥത്തിൽ അവൾ അവളുടെ തന്നെ കാര്യങ്ങളാണ് ഈ പറഞ്ഞും കൊടുക്കുന്നത്. അങ്ങനെയിരിക്കെ എന്താണ് ജസ്റ്റിസ് എന്നൊരു ചോദ്യം കൂടി കുട്ടികളും ചോദിക്കുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയും തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മോശപ്പെട്ട ഒരു ജീവിതം കൊടുക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള നീതി എന്നായിരുന്നു അവളും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിലുള്ള നീതി ഇവിടെ ഒരിടത്തും ഇല്ല എന്നും അതെല്ലാം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുമൊക്കെ അവൾ പറയുകയും ആ കുട്ടികളെ കൊണ്ട് ഇതേ കാര്യം ആവർത്തിച്ച് പറയിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ബിഗ്നി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഡയോണിന് അതെല്ലാം തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. പിന്നീട് ബിഗ്ന പോകുവാനായിട്ട് ധൃതി പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഡയോണും അവളുടെ അടുത്ത് ചെന്ന് പരിചയപ്പെടുവാനായിട്ടൊക്കെ നിൽക്കുന്നു. പക്ഷെ ബിഗ്ന വളരെയധികം ധൃതിയിലായിരുന്നത് കൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഫയൽസും ID കാർഡും എല്ലാം തന്നെ ഡയോണെ ഏൽപ്പിച്ചിട്ട് അവളുടെ മുറിയും പറഞ്ഞു കൊടുത്ത് അവിടെയുള്ള ചബിയായിട്ടുള്ള ഒരാൾക്ക് ഇത് നൽകണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. ഡയോന്റെ കഥയൊക്കെ കേട്ടിട്ട് ഡയോന്റെ അടുത്ത് സിമ്പതി തോന്നിയത് കൊണ്ടായിരിക്കാം തനിക്ക് ശിക്ഷയൊന്നും നൽകാതിരുന്നതെന്നാണ് ഡയോൺ വിചാരിക്കുന്നത്. അവനും അതിനെക്കുറിച്ചൊക്കെ തുറന്ന് പറയുമ്പോഴത്തേക്കും ഞാനിവിടെ ജഡ്ജ് ആയത് തന്നെ ഒരുപാട് മോശമായിട്ടുള്ള ആൾക്കാരെ കണ്ടുമുട്ടുവാനായിട്ടാണ്. അങ്ങനെയുള്ളവരെ എനിക്ക് നരകത്തിലേക്ക് മയക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് അവളും പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഡയോണും കയ്യിലുള്ള കാർഡൊക്കെ അവളെ കാണിച്ചതിന് ശേഷം എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു. പക്ഷെ അവൾക്കും ആരുടെയും സഹായം ആവശ്യമായിട്ട് വരികയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി കാർഡിലുണ്ടായിരുന്ന എല്ലാ ഡീറ്റെയിൽസും കാണാതെയൊക്കെ പഠിച്ചിട്ട് പോകുകയാണ് അവളും. ജസ്റ്റിഷയോടൊപ്പം വലക്കിനെയും കൂടി ഭൂമിയിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴാകട്ടെ വലക്ക് മാൻഡോ എന്ന പേരിൽ വിഘ്നയുടെ കൂടെ തന്നെയാണ് വർക്കും ചെയ്യുന്നത്. ഇതുവരെയായിട്ടും ഇവർക്ക് ഒരു കൊലപാതകിനെ പോലും കണ്ടെത്തി കൊല്ലുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത്രയ്ക്ക് പാടാണോ ഒരാളെ കൊല്ലുവാൻ എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു മാണ്ഡു.
എന്തായാലും നമ്മുടെ ഡയോൺ വന്നിട്ട് ബിറ്റ്‌നയുടെ എല്ലാ സാധനങ്ങളും മാൻഡോനെ ഏൽപ്പിച്ചതിന് ശേഷം ബിറ്റ്‌നെ ഇതൊക്കെ നിന്റെ അടുത്ത് കൊടുത്തയക്കുവാനായിട്ട് പറഞ്ഞതിന് ശേഷം അത്യാവശ്യമായിട്ട് എവിടേക്കോ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മാൻഡോനെയും അറിയിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.